തിരുവനന്തപുരത്തെ മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP കൗൺസിലർമാരുടെ യോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുകയാണ്. ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കൗൺസിലർമാരുടെ യോഗം പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു VV രാജേഷ് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് എന്ന്. എന്തായി തീരുമാനം? യോഗം കഴിഞ്ഞോ? കാരണം ശാലിനിക്ക് തൊട്ടു പുറകിൽ കൗൺസിലർമാർ ഇറങ്ങി വരുന്നുണ്ട്. ശാലിനി, ഏറ്റവും പുതിയ വിവരം. അനിൽ നമ്പ്യാർ, യോഗം കഴിഞ്ഞിട്ടില്ല, യോഗം തുടരുകയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ, തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ നേതൃത്വത്തിലാണ് ജില്ലാ നേതൃയോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ആ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് അടക്കമുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിവിധ വാർഡുകളിൽ നിന്ന് വിജയിച്ചിട്ടുള്ള 50ഓളം കൗൺസിലർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഇന്നലെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇത്തരത്തിൽ പുതിയ കൗൺസിലർമാരുടെ യോഗം ചേർന്നിരുന്നു. സമാനമായി തന്നെയാണ്. പക്ഷേ ഇന്ന് ഒരു വ്യത്യാസം എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരം. സസ്പെൻസുകൾ ബാക്കിയാക്കിയുള്ള മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പല മാധ്യമങ്ങളും VV രാജേഷാണ് തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയർ, നഗരപിതാവ് എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മറ്റ് ചിലരുടെ പേരുകൾ കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. ഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ നിന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപ് ചർച്ചകൾ പൂർത്തിയാക്കി എന്തൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ആർക്ക് ചുമതല നൽകണമെന്നതടക്കമുള്ള വിവിധ മേഖലകളിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലാ കമ്മിറ്റി ആസ്ഥാനം അങ്ങനെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ആരാണ് തലസ്ഥാനം ഭരിക്കാൻ പോകുന്ന മേയർ എന്നുള്ളതാണ്. VV രാജേഷ് ആയിരിക്കും മേയർ എന്നുള്ളതും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും നൽകുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ചില മുതിർന്ന വനിതാ കൗൺസിലർമാരുടെ പേരുകൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിക്കൊണ്ട്, ഏറ്റവും മികച്ച സീറ്റുകൾ നേടിക്കൊണ്ട് 100 വാർഡിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആ വാർഡിൽ 50 സീറ്റുകളും വിജയിച്ചു കയറിയ BJPയുടെ ചരിത്ര നേട്ടം. ആ ചരിത്ര നേട്ടത്തിന് ആരായിരിക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് മേയർ ആവുക എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ് തലസ്ഥാനം എന്നുള്ളത്. എന്തായാലും നാളെ രാവിലെ 10:00 തിരുവനന്തപുരം നഗരസഭയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇടതുമുന്നണിയും ഒപ്പം തന്നെ UDFും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, തെരഞ്ഞെടുപ്പിലൂടെ തന്നെ മേയറെ കണ്ടെത്താം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇരു പാർട്ടികളും നടത്തിയിട്ടുള്ളത്. പക്ഷേ മുൻതൂക്കം BJPയുടെ ഭാഗത്താണ്, BJPയുടെ കൗൺസിലർമാരുടെ ഭാഗത്താണ്. സ്വാഭാവികമായും 2 സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകമാണ് നാളത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ. നിലവിൽ ആ സ്വതന്ത്രർ 2 പേരും BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. എന്തായാലും സസ്പെൻസ് ഈ മണിക്കൂറിലും നിലനിൽക്കുന്നുണ്ട്. BJPയുടെ ആദ്യ തിരുവനന്തപുരത്തെ മേയർ ആരായിരിക്കും? ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വിജയം നേടി തിരുവനന്തപുരത്തേക്ക് BJP ഭരണസമിതിയെ പ്രഖ്യാപിക്കുമ്പോൾ അതാരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയ്ക്കാണ് കാതോർത്തിരിക്കുന്നത് ഇപ്പോൾ ശ്രീലേഖ. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോവുകയാണ്. കൗൺസിലർമാരുടെ യോഗത്തിൽ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൗൺസിലർമാരുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റിൻ്റെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് പ്രതിനിധി നിലയിൽ ജനറൽ സെക്രട്ടറി സുരേഷ് പ്രഖ്യാപിക്കും. ഓക്കെ. എന്തായാലും യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്തായാലും സസ്പെൻസ് ഈ മണിക്കൂറിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൗൺസിലർമാരുടെ യോഗം ആരംഭിക്കും. VV രാജേഷ്, മുൻ BJPയുടെ ജില്ലാ അധ്യക്ഷൻ, കൊടുങ്ങല്ലൂർ വാർഡിലെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യഘട്ട ഒരു യോഗം ജില്ലാ കമ്മിറ്റിയുടെ എനിക്ക് പിന്നിൽ കാണുന്ന ബിൽഡിങ്ങിനുള്ളിലായിരുന്നു ചേർന്നത്. അത് ചെറിയ തോതിലുള്ള ചർച്ചകളായിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഒരു പൂർണ്ണ തോതിലുള്ള ജില്ലാ കമ്മിറ്റിയുടെ യോഗം ചേരാൻ പോകുന്നത് ബാക്കിലെ ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയത്തിലേക്ക് പങ്കെടുക്കാൻ യാത്രയിലാണ് ഈ കൗൺസിലർമാർ എല്ലാം എന്നുള്ളതാണ്. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ആ ഒരു മേയർ എന്നുള്ളത്. നഗരപിതാവാണ് ഇത്തവണ തിരുവനന്തപുരത്തിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വനിതയായിരിക്കും എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ആരായിരിക്കും ആ കീ പോസ്റ്റിലേക്ക് BJP പ്രഖ്യാപിക്കുക എന്നുള്ളത് കാണാനായി, അറിയാനായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുക.